സർ ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. CPM-ൽ നടക്കുന്നത് പൈസ ഉണ്ടാക്കുക, ശാപ്പാടടിക്കുക, രാജ്യം ചുറ്റുക, അവിടെ നിൽക്കാൻ കൊള്ളില്ല. ഇത് പറയുന്നത് ജി സുധാകരനാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെയൊക്കെ പറയാമോ? അല്ല, അപ്പൊ ജി സുധാകരനോടുള്ള എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എത്ര നാളായി CPM ഇങ്ങനെ ആയിട്ടെന്നുള്ള അല്ല, അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 2016 ശേഷമാണോ CPM ഇങ്ങനെ ആയത്, അതോ 2010 മുതലാണോ, അതോ 2005 മുതലാണോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. കാരണം എന്താ വെച്ചാൽ, ആ സമയത്തൊക്കെ ജി സുധാകരൻ ഇതിന്റെ ഭാഗമായിരുന്നു. പിന്നെ അപ്പൊ അതായത് പുള്ളിയും ഇതുപോലെ ശാപ്പാടടിക്കുകയും കറങ്ങി കിടക്കുകയും ലോകം ചുറ്റുകയൊക്കെ ആണോ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. അല്ല, അദ്ദേഹത്തിന് അഴിമതി രഹിതനായിട്ടുള്ള ഒരു അദ്ദേഹം അഴിമതിയൊന്നും നടത്തിയില്ല, ആ കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, 2016 മുതൽ 2021 വരെയുള്ള പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം ഇരുന്നിരുന്നാണ്. ആ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? താങ്കൾ ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നാണ് നമുക്ക് അറിയേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം, അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 മാസം 3 മാസം ആയുള്ളൂ CPM ഇങ്ങനെ ആയിട്ടെന്നുള്ളതാണ് എന്റെ മൂന്നാമത്തെ ചോദ്യം. അതെ, അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ആത്മവിമർശനമൊന്നും ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അംഗത്വം പുതുക്കാതിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതിനു മുമ്പ് കേട്ടിരുന്ന വാർത്ത വേറെയായിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യമുണ്ട്. അടുത്ത ചോദ്യം പ്രിയപ്പെട്ട ജി സുധാകരൻ സഖാവിനോട് എല്ലാ ബഹുമാനത്തോടും കൂടി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അതിന് തൊട്ട് ഈ 3 മാസം മുമ്പ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ പറഞ്ഞ മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ, ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 2 മാസം മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടി സ്ഥാനാർത്ഥിത്വം തന്നാൽ ഞാൻ മത്സരിക്കുമെന്നാണ്. കൊടുത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പാർട്ടി സ്ഥാനാർത്ഥിത്വം തന്നാൽ ഇതുപോലെ ശാപ്പാടടിച്ച് ലോകം മുഴുവൻ കറക്കാമെന്നാണോ അദ്ദേഹം വിചാരിച്ചത് എന്ന് പറയുന്ന ഒരു ചോദ്യം എനിക്കുണ്ട്. നമ്മൾ ഇപ്പൊ ജി സുധാകരനാണ്, X ആണ്, Y ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സത്യം പറയാതിരിക്കരുത്. അദ്ദേഹത്തോട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പലവട്ടം വിളിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ നന്നായിരിക്കണം, അദ്ദേഹം അഴിമതിക്കാരനാണെന്നോ അദ്ദേഹം മോശക്കാരനായിട്ടുള്ള ഒരാളാണെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്പം ധിക്കാരപരമായും അഹങ്കാരത്തോടെയൊക്കെ അദ്ദേഹം സംസാരിക്കും. അത് പക്ഷെ അതിനുള്ള അറിവും അതുപോലെ വായനയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ആകെയുള്ള അദ്ദേഹത്തിന്റെ ദോഷം ഞാൻ കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇടക്കിടക്ക് കവിതകൾ എഴുതി നമ്മളെ വെറുപ്പിക്കുമായിരുന്നു എന്നുള്ളത്. അത് കവിതകൾ എഴുതുകയെ അദ്ദേഹത്തിന് അല്ലാതെ തന്നെ പ്രശസ്തനാണ്. അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ ആദരവോടി കാണുന്നതാണ്. പക്ഷെ അദ്ദേഹം ചില കവിതകൾ എഴുതുമായിരുന്നു എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം, അദ്ദേഹം ഇത് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി തെളിച്ച് പറയണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 5 കൊല്ലമായി 10 കൊല്ലമായി ഇങ്ങനെയൊക്കെ തന്നെയാണ് CPM ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതൊക്കെ മറച്ചു വെച്ച് ഞാനടക്കം കുറച്ച് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അഭിനയിക്കേണ്ടി വന്നത് ലാസ്റ്റത്തെ നിമിഷം എനിക്ക് സീറ്റ് തരുമെങ്കിൽ ഞാൻ മത്സരിക്കാമെന്ന് കൂടി വിചാരിച്ചതാണ്. പക്ഷെ അതിന് ശേഷം ഇപ്പൊ എന്തായാലും അപ്പുറത്തായ സ്ഥിതിക്ക് ഞാൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പം ഇല്ല. അപ്പൊ അതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ CPM-ൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. CPM അവിടെ നിൽക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി എന്റെ അടുത്ത് വേറൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തോട്. അത് അദ്ദേഹത്തിന്റെ അനിയൻ ഭുവനേശ്വരനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നുള്ളത്. ഭുവനേശ്വരനെ കൊന്നത് DSU-കാരാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ തവണ പറഞ്ഞത്. അതായത് KSU മനഃപൂർവ്വം പുള്ളിയങ്ങ് ഒഴിവാക്കി. കാരണം എന്ന് വെച്ചാൽ KSU എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് വോട്ട് മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇപ്പൊ അദ്ദേഹം വീണ്ടും തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അത് KSU-കാർ തന്നെയാണ് കൊന്നിട്ടുള്ളതെന്നാണ്. എന്റെ പ്രിയപ്പെട്ട ജി സുധാകരൻ സഖാവിനോട് എനിക്ക് പറയാനുള്ളത്, അല്ല അദ്ദേഹം ഇപ്പോഴും സഖാവൊക്കെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയാനുള്ളത്, അല്ല നേതാവൊക്കെ അവിടെ നിൽക്കട്ടെ, സഖാവിനോട് എനിക്ക് പറയാനുള്ളത്, സഖാവ് ഇതൊക്കെ ഇങ്ങനെ പറയരുത്. അദ്ദേഹം ആദ്യം എടുത്ത സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. അതായത് അദ്ദേഹത്തിന് ഒരു MLA ആകണം, കുറെ കൂടി ജനത്തിനെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് എന്തെങ്കിലും അഴിമതി നടത്തി പണം ഉണ്ടാക്കാനാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ മത്സരിക്കാൻ പോകുന്നു. പക്ഷെ ഞാൻ CPM-നെതിരെ ഒന്നും പറയില്ല. ആ CPM-നെതിരെ ഒന്നും പറയാതിരുന്നപ്പോ പോലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു അറിയോ പ്രജിത? അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അദ്ദേഹത്തെ അന്നാ പിന്തുണച്ചേക്കാമെന്ന് CPM പറയുമെന്നായിരുന്നു. അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ CPM-ന്റെ ഒരു രീതി അനുസരിച്ച് അതിന് സാധ്യത കുറവല്ലേ? അദ്ദേഹത്തിന് ഇത്രയും നാളത്തെ പാർട്ടി പ്രവർത്തന അല്ലല്ല, CPM-ന്റെ രീതികൾ അനുസരിച്ച് അതിനുള്ള സാധ്യതകളൊക്കെ കുറവാണെന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഈ നിൽക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് വളരെ ഒരു സന്നിഗ്ധ ഘട്ടമാണെന്നാണ് യഥാർത്ഥത്തിൽ ജി സുധാകരൻ സഖാവ് വിചാരിച്ചിരുന്നത്. അദ്ദേഹം വിചാരിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ മോഹം തന്നെ ഒരു പാഴ്മോഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ പൊട്ടിമുളച്ചതിന്റെ കാര്യം തന്നെ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
2 തവണ MLA-മാരാക്കിയ ആളുകളെ വീണ്ടും MLA-മാരാക്കണ്ട എന്നും 75 വയസ്സും കഴിഞ്ഞവർക്ക് റിട്ടയർമെന്റ് കൊടുക്കണമെന്നും ഒക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ അത് പിണറായി വിജയന് മാത്രമായിട്ടൊരു എക്സംഷൻ കൊടുത്തു. എന്താ കാര്യമുള്ളത്? പിണറായി ഇല്ലാതെ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നൊരു തോന്നലുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പാർട്ടിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം, 99 സീറ്റുകളിലേക്കൊന്നും പാർട്ടി എന്തായാലും മത്സരിച്ചെത്തില്ല. അപ്പൊ ജയിക്കണമെങ്കിൽ തന്നെ ഒരു 71, 72, ചിലപ്പോൾ 75 സീറ്റുകളിലേക്കൊക്കെ മത്സരിച്ച് ജയിക്കാനേ സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെ സാധ്യതകളുള്ളപ്പോൾ ആരെയും പിണക്കാതെ പലപ്പോഴും ഒരു സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കും എന്ന് തോന്നുന്ന സ്ഥാനാർത്ഥികളെ തന്നെ ഓരോ മണ്ഡലത്തിലും നിർത്തണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണല്ലോ 2 തവണ മറ്റേ ഇതൊക്കെ എടുത്ത് കളഞ്ഞു. അതായത് 2 തവണ എന്ന് പറഞ്ഞപ്പോൾ NM ഷംസീറിന്റെ ബാധകമാക്കി. NM ഷംസീറിന്റെ ബാധകമാക്കിയതിന്റെ കാര്യം, അവിടെ ആര് നിന്നാലും ജയിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്ഥാനാർത്ഥി നിന്നാൽ തന്നെ ജയിക്കുള്ളൂ എന്ന് തോന്നലല്ല. ഇപ്പൊ തിരുവമ്പാടിയിൽ ലിൻഡോ നിന്നാൽ ജയിക്കുമെന്ന് വിചാരിച്ചു, തോറ്റുപോയി. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പൊ KU ജനീഷ് കുമാർ കോന്നിയിൽ നിന്ന് ജയിച്ചു. അപ്പൊ അത്തരത്തിൽ ജയിക്കുമെന്ന് തോന്നുന്ന സ്ഥാനാർത്ഥികളെ നിർത്താം എന്ന് പറയുന്ന ഒരു ധാരണ വന്നപ്പോ ജി സുധാകരൻ സഖാവ് വിചാരിച്ചത് ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയ തോതിൽ ആർക്കും എന്നെ കുറിച്ച് എതിരഭിപ്രായം പറയാനില്ലാത്ത, കോൺഗ്രസ്സുകാർ പോലും അഴിമതിയില്ലെന്ന് പറയാവുന്ന എന്നെ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് പരീക്ഷിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പാഴ്മോഹം മുളപൊട്ടിയത്. ഈ പാർട്ടിക്ക് ഉള്ളില് ജി സുധാകരനും പാർട്ടിയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടി അകന്നു തുടങ്ങിയിരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ശരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് അദ്ദേഹത്തിന് ആവശ്യമാണ്. അദ്ദേഹത്തിന് ഒരു അധികാരം വേണമെന്നുള്ള ഒരു മോഹം ഉള്ളത് കൊണ്ടാണല്ലോ വീണ്ടും മത്സരിക്കുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ ഒരു പാർട്ടി അച്ചടക്കമുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ സഖാവ് എന്നുള്ള നിലയിൽ അത് വേണ്ടാന്ന് വെക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം അത് ചെയ്തില്ലല്ലോ. അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയും ഇപ്പോൾ ഒരു 75 വയസ്സ് കഴിഞ്ഞ ആളുകൾ അത്രത്തോളം സ്ട്രിക്റ്റായി അത് നടപ്പാക്കണമായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് നടപ്പാക്കിയതിന് ശേഷം പോലും ഇപ്പോൾ പ്രകാശ് കാരാട്ടിനെ പോലെയുള്ള ആളുകൾ എല്ലാ ദിവസവും അവിടെ ഡൽഹിയിലെ ഓഫീസിൽ എത്തുകയും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവരുടെ ഒരു പ്രോമിനൻസ് കുറയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ SRP അടക്കം പല ആളുകളെയും ഇതുപോലെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാത്ത ആകെ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഇപ്പൊ AK ബാലനെ ഒഴിവാക്കിയതല്ലേ, മറ്റു പലരെയും ഒഴിവാക്കിയതാണ്. പക്ഷെ ഇവിടെയൊക്കെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവരെ അപ്പോഴും ഒരു സീനിയർ നേതാക്കളായിട്ടുള്ള പരിഗണന അതേ സ്ഥലങ്ങളിലുള്ള ആളുകൾ കൊടുത്തിരുന്നു. പക്ഷെ ആലപ്പുഴയിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ സജി ചെറിയാൻ വന്ന് പിടിമുറുക്കിയതോടുകൂടി പലപ്പോഴും ഇദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ ഒരു ഓഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, റൂം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ റൂം കൊടുക്കുമ്പോൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ആലോചിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ആലോചിക്കാനൊന്നും കഴിയാത്ത രീതിയിൽ ഇവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഒരു അകൽച്ച വളരെ വളരെ കൂടിപ്പോയി. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ അകൽച്ച കൂടിയതിന്റെ പിന്നിൽ അവയൊക്കെ അദ്ദേഹത്തെ കുറച്ചുകൂടി പ്രോപ്പർലി പരിഗണിക്കണമായിരുന്നു എന്നൊക്കെ തന്നെയുള്ള അഭിപ്രായം ഇരിക്കുന്നത്. പക്ഷെ നമ്മളൊരു യാഥാർത്ഥ്യം പറയുമ്പോൾ അത് പറയണമല്ലോ. കാരണം അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ CPM-നെതിരെ ഒന്നും പറയുന്നില്ല, ഞാൻ മറ്റെവിടെയും ഒരു പ്രചരണത്തിന് പോലും പോകില്ല, പക്ഷെ ഞാൻ ഇവിടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പാർട്ടി ഒരുപക്ഷെ അദ്ദേഹത്തെ, കാരണം വെച്ചാൽ പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇദ്ദേഹം കൂടി അവിടെ മത്സരിച്ചാൽ എക്സാം തോക്കുന്നു 100% ഉറപ്പാണ്. കാരണം ഇദ്ദേഹം അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കും, ഇദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നു, കോൺഗ്രസും കൂടി മത്സരിക്കുന്നു പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ ജയിച്ചു പോകും. സത്യത്തിൽ ലിജുവിന് വലിയ സന്തോഷം ഉണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തുകയും ഇങ്ങനൊരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണക്കുകയും ചെയ്യുമെന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ പാർട്ടി അത്ര ഗൗരവത്തോടെ കണ്ടില്ല. പാർട്ടി വിചാരിച്ചു എസ്സലാം എന്തായാലും കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ജയിച്ചു പോരും എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അതിൽ ഞാൻ പറയുന്നത് അദ്ദേഹം കുറച്ചുകൂടി ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തി കാണിക്കണം ഈ CPM-നെതിരെ. അല്ലാതെ CPM അവിടെ നിൽക്കാൻ കൊള്ളാത്ത പാർട്ടിയാണെന്നും CPM എന്താണ് മറ്റേ ഈ പറയുന്ന CPM മറ്റേ വെറുതെ ശാപ്പാടടിച്ച് ലോകം മുഴുവൻ കറങ്ങിടക്കാണെന്നൊക്കെ പറയാം, അതൊന്നും വസ്തുതാപരമല്ല. പലപ്പോഴും പക്ഷെ അദ്ദേഹത്തിന്റെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് വന്ന് നിന്നിട്ട് ഈ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി ഇനിയുള്ള ആളുകളും പിന്തുടർന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ല. കാരണം മാറി നിന്നതിന് ശേഷം ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് ചെളിവാരി എറിയുകയാണ്. അല്ല, ഉറപ്പായും ഞാനൊരു കാര്യം പറഞ്ഞോളൂ പറയാം, അദ്ദേഹത്തെ പോലെ വേറെ ആരെങ്കിലും എന്ന് പറയുന്ന പോലെയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹം, അല്ലെങ്കിൽ ഇപ്പൊ TK ഗോവിന്ദൻ മാഷ്, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ, ഇവരുടെയൊക്കെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം അവരാരും അഴിമതിക്കാരാണെന്നുള്ളത് വേറെ ആരും ഒരു പാർട്ടി നേതാക്കളോ അവരോട് അടുത്തറിയുന്ന ആളുകളോ പറയില്ല.
അപ്പൊ അങ്ങനെ പറയില്ലാത്ത ആളുകൾ പറയുമ്പോൾ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രജിത ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബി അശോക്, അതുപോലെ തന്നെ മറ്റേ കളക്ടർ ഇപ്പോ NK പ്രശാന്ത്, ഈ പ്രശാന്ത് ഇതുപോലെയുള്ള ആളുകൾ അവർ അഴിമതിക്കാരല്ലെന്ന് ഏതാണ്ട് സമൂഹത്തിന് അറിയാവുന്നവരാണ്. അപ്പൊ അവര് നിങ്ങൾക്കെതിരെ പറയുമ്പോൾ അതിനൊരു ഇമ്പാക്ട് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അത് 100% ഇമ്പാക്ട് ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇമ്പാക്ട് ഉള്ളപ്പോഴും അവർ കുറച്ചുകൂടി വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ക്രെഡിബിലിറ്റി പതുക്കെ പതുക്കെ ഇല്ലാതെയാവും. മനസ്സിലായോ? എനിക്ക് ജി സുധാകരൻ സഖാവിനെ പേഴ്സണലി ഇഷ്ടമാണ്. ഇപ്പോഴും അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെയുള്ള അഭ്യാസം, അതായത് DSU കാരും KSU കാരും കൂടിയിട്ടാണ് അന്ന് സ്വന്തം അനിയനെ കൊന്നുകളഞ്ഞത് എന്നുള്ളത് അദ്ദേഹം, അല്ലെങ്കിൽ അന്ന് കൊലപ്പെടുത്തിയത് എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ അതിൽ വസ്തുതയുണ്ട്. ആ വസ്തുത ഒക്കെ അത് ആ കാലഘട്ടം കഴിഞ്ഞു, ഞാൻ പുതിയ രാഷ്ട്രീയ കാര്യത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗമായിട്ട് അത് സംഭവിച്ചതാണ്. പക്ഷെ ഞാനിപ്പോ UDF പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം അവിടെ നിന്ന് അങ്ങനെയാണെങ്കിലും ജയിക്കും. ഞാൻ പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന്, ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അവിടെ നിന്ന് 10-20,000 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞ് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോ ഈ കാര്യം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് അദ്ദേഹം വിധേയനാകേണ്ട ആവശ്യം ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് മറ്റേ അതിനുശേഷം അദ്ദേഹം പറയുന്നത് അതുമൊക്കെ ശരിയായിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു മരം വിറ്റിട്ടാണ് ഈ ചടങ്ങുകൾ നടത്തിയതെന്നും പാർട്ടിക്കാരും തന്നെ സഹായിച്ചില്ലെന്നും ഒക്കെ അദ്ദേഹം പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടി പറയരുത്. അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്, കുഴപ്പമുണ്ട്. ഇപ്പൊ CS സുജാത എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി മെമ്പർ മുല്ലപ്പൂവും വെച്ച് നായന്മാരുടെ വീട്ടിലേക്ക് പോകും എന്നൊക്കെയുള്ള കമന്റുകളെ പോലെയുള്ള കമന്റുകളിലേക്ക് അദ്ദേഹം കടക്കരുത്. അതേപോലെ തന്നെ ഒരു കമന്റാണിത്. എന്ത് ഫുഡ് അടിക്കാതെ പിന്നെ അവര് നടക്കണോ? അതായത് MA ബേബിയും പിണറായി വിജയനും ഒക്കെ പട്ടറി കിടക്കണമെന്ന് നമ്മൾ പറയണം. എന്താ ഈ പറയണത്? അപ്പൊ അങ്ങനെ ഭക്ഷണം ശരിയാണ്. 2 ഡ്രസ്സുകൾ മാത്രം ഉണ്ടായിരുന്ന, അതിൽ ഒരു ഡ്രസ്സ് മാത്രം ഉണ്ടായിട്ട് ആ ഒരു ഡ്രസ്സ് പിഴിഞ്ഞ് അലക്കി ഉണക്കാനിട്ടിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടുള്ള VS അച്യുതാനന്ദനൊക്കെ വളർത്തിയൊരു പാർട്ടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ പാർട്ടി അതല്ല. അവര് നന്നായി ഭക്ഷണം കഴിക്കുന്ന, നന്നായി വസ്ത്രം ധരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ചുകൂടി ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ പോലുള്ള ആള്, നന്നായി അറിവുള്ള, വായനയുള്ള, ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികളെ കുറിച്ച് CPM പാർട്ടി ക്ലാസ്സുകൾ എടുത്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി ക്ലാസ് ആയിട്ടുള്ള വിമർശനം ആണ്. അത് പറയും. അല്ലാതെ മുല്ലപ്പൂ വെച്ച് CS നായന്മാരുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്ന ധ്വനിക്കുന്ന അത്തരത്തിൽ ഒരു പക്ഷെ ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ ധ്വനിയുണ്ടാക്കുന്ന വാചകങ്ങളും, പിന്നെ നേരെ തിരിച്ച് ഇപ്പൊ ഈ പറയുന്ന പോലെ ശാപ്പാടടിച്ച് ലോകം മുഴുവൻ കറങ്ങണേണ് എന്നൊക്കെയുള്ള കമന്റുകളും ഒക്കെ എന്ത് ചെയ്യണം, അവിടെ നിൽക്കാൻ കൊള്ളാത്തതാണ് എന്നൊക്കെ. അതൊക്കെ ആർക്കും ആരെക്കുറിച്ചും പറയാൻ പാടില്ല. എനിക്കിപ്പോൾ പ്രജിതയെ കുറിച്ച് പറയാം, സംസാരിക്കാൻ കൊള്ളാത്തതാണെന്ന് എന്ത് ചെയ്യാം? അതിനെന്താ അടിസ്ഥാനമുള്ളത്? അതേസമയം പ്രജിതയുടെ ഇന്ന കാര്യം ശരിയല്ല, എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട്. ആ മെച്യൂരിറ്റി പലപ്പോഴും അദ്ദേഹം കാണിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ഇനിയെങ്കിലും അദ്ദേഹം കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് വളരെ വളരെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് താങ്കൾ ഫുഡ് അടിച്ച് കറങ്ങുന്നതിനൊന്നും നമ്മളെതിരല്ല. അതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ വസ്തുതാപരമായ വിമർശനങ്ങൾ വേണം CPM ഉന്നയിക്കാൻ. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് CPM വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ വിമർശനങ്ങൾക്കൊന്നും മറുപടി പറയണ്ട. മനസ്സിലായി? ഇപ്പൊ പ്രജിതനെ കുറിച്ച് പറഞ്ഞ പുള്ളി ആളൊരു മോശപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറുപടി പറയേണ്ട ആവശ്യം ഇല്ല. അല്ലാതെ ഞാൻ പറയുന്നതിൽ ഇന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം. അതുകൊണ്ട് സ്വന്തം വില ഇടിക്കരുത്. താങ്കളിപ്പോ പഴയ പോലെയല്ല, MLA ആണ്. അതും കേരള നിയമസഭയിലെ ഏറ്റവും മുതിർന്ന MLA ആണ്. താങ്കൾ പ്രോടൈം സ്പീക്കർ ആയിരുന്നു. ആ സ്പീക്കർ ആയപ്പോൾ ചിലരൊക്കെ പറഞ്ഞു പിണറായി വിജയൻ നാട് വിട്ട് കളയുമെന്നൊക്കെ പറഞ്ഞു. നാട് വിട്ടില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തു, താങ്കളുടെ അടുത്തേക്ക് വന്നു. താങ്കളുടെ അടുത്തേക്ക് വന്നപ്പോൾ താങ്കൾക്ക് ഉള്ളിൽ ഇപ്പോഴും ബഹുമാനം ഉള്ളതുകൊണ്ട് താങ്കൾ ചാടി എണീറ്റു പിണറായി വിജയന്റെ കൈ പിടിച്ചു. അതിലേക്ക് എനിക്ക് സന്തോഷമുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പൊ അതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മളിപ്പോ എനിക്കറിയാം അദ്ദേഹത്തിന് ഉള്ളിൽ ഇപ്പോഴും ബഹുമാനം ഉണ്ട്. മനസ്സിലായി? നമ്മളൊക്കെ ഇപ്പൊ പലരെയും എതിർക്കും. ഇപ്പൊ നമ്മള് പലരെയും ഇപ്പൊ എതിർക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ VD സതീശൻ ഇങ്ങോട്ട് കടന്നു വരാണെങ്കിൽ, നരേന്ദ്രമോദി ഈ റൂമിലേക്ക് കടന്നു വരാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എഴുന്നേറ്റ് പോകും. അതെന്ന് വെച്ചാൽ രാഷ്ട്രീയമായ എതിർപ്പുകൾക്കും അപ്പുറത്തും നമുക്ക് അവരോട് ബഹുമാനം ഉണ്ട്. ആ ബഹുമാനം നമുക്ക് താങ്കളോടും ഉള്ളത് കൊണ്ട് താങ്കൾ മറ്റേ മുല്ലപ്പൂവും അതുപോലെ ഈ പറയുന്ന ശാപ്പാടടിച്ച് കറങ്ങലും ഒക്കെ വിടണം.